ഹലോ ഡിയേഴ്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്നറിയോ? വില്ലാണ്. ഈ വില്ല് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? അപ്പം നമ്മളൊരുപാട് ഓക്സിലറി ഇപ്പം ഡിസ്കസ് ചെയ്തു അല്ലേ? കാണാത്തവർ തീർച്ചയായിട്ടും ഒന്ന് മുതലേ കാണണം കേട്ടോ. കാരണം നമ്മൾ ബേസിക് ആയിട്ടുള്ള ഓക്സിലറി വെച്ചുകൊണ്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഈസി ആയിട്ടുള്ള മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വില്ലാണ്. വില്ല് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? വരാനിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളെ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കാം. എന്തൊക്കെയാണ് വേണ്ടത്? സബ്ജക്റ്റ് വേണം, അതിനുശേഷം നമ്മൾ വില്ല് യൂസ് ചെയ്യുക, അതിനുശേഷം നമ്മൾ വേർബ് V1 ഫോമിലായിരിക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. വില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ്? ആകും, ആയിരിക്കും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വില്ല് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി എക്സാമ്പിൾ നോക്കാം. ഇപ്പം നമ്മളിങ്ങനെ പറയാറില്ലേ, ഞാൻ വരും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്ജക്റ്റ് എന്താണ്? ഐ യൂസ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ വില്ല് യൂസ് ചെയ്യുന്നു, അതിനുശേഷം എന്താണ്? വരും എന്ന് പറയാൻ വേണ്ടിയിട്ട് വരിക എന്നുള്ളതിന് നമ്മൾ കമ്മാണ്. അപ്പം കമ്മാണല്ലോ V1 ഫോം അല്ലേ? അപ്പോൾ ഐ വിൽ കം, ഞാൻ വരും. ഇനി നമ്മളിങ്ങനെ പറയാണ്, ഞാൻ നാളെ വരും. അതായത് വരാനിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ അങ്ങനെയല്ലേ പറയാറ്? ഞാൻ നാളെ വരും. എങ്ങനെ പറയും? ഐ വിൽ കം ടുമോറോ, ഞാൻ നാളെ വരും. ഇനി നോക്കൂ, അവൾ നാളെ പോകും എന്ന് പറയണമെങ്കിലോ? അവൾ നാളെ പോകും. ഷീ വിൽ ഗോ ടുമോറോ, അവൾ നാളെ പോകും. അതുപോലെ തന്നെ അവൻ നന്നായി പഠിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഹേ വിൽ സ്റ്റഡി വെൽ. ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് വില്ലാണ്. അതുപോലെ നോക്കൂ, ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. എങ്ങനെ പറയും? വി വിൽ ഹെൽപ്പ് യു, ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ ഞാൻ രാത്രി പഠിച്ചോളാം. അതായത് രാത്രി വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മളങ്ങനെ പറയാറുണ്ടല്ലോ, ഞാൻ രാത്രി പഠിച്ചോളാം എന്നെങ്ങനെ പറയും? ഐ വിൽ സ്റ്റഡി അറ്റ് നൈറ്റ്, ഞാൻ രാത്രി പഠിച്ചോളാം. അതുപോലെ തന്നെ ഞാൻ രാവിലെ പോകാം ഇങ്ങനെ പറയാറുണ്ടല്ലോ. ഐ വിൽ ഗോ ഇൻ ദ മോർണിംഗ്, ഞാൻ രാവിലെ പോകാം. ഇനി ഇതൊക്കെ എങ്ങനെ ക്വസ്റ്റ്യൻ ആക്കി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? സിമ്പിളാണല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എങ്ങനെ പറയും? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയാണ്, നീ നാളെ വരുമോ എന്നെങ്ങനെ ചോദിക്കും? നീ നാളെ വരുമോ എന്നല്ലേ നമ്മൾ ചോദിക്കാറ്. അപ്പം വിൽ യു കം ടുമോറോ, നീ നാളെ വരുമോ? അതുപോലെ നോക്കൂ, അവൾ നാളെ പോകുമോ എങ്ങനെ ചോദിക്കും? പോകും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു. ഇനി പോകുമോ എന്നുള്ള ക്വസ്റ്റ്യൻ പറയൽ എങ്ങനെയാണ്? വിൽ ഷീ ഗോ ടുമോറോ, അവൾ നാളെ പോകുമോ? അതുപോലെ നോക്കൂ, അവൻ നന്നായി പഠിക്കുമോ? സിമ്പിളായിട്ട് പറയാമല്ലേ? വിൽ ഹി സ്റ്റഡി വെൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്സിലറി ഫസ്റ്റിൽ വരും, സബ്ജക്റ്റ് രണ്ടാമതായി വരും, അതിനുശേഷം നമ്മൾ ബാക്കിയുള്ളതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ? നെക്സ്റ്റ്, നീ രാവിലെ പോകുമോ? നമ്മൾ ചോദിക്കാറില്ലേ? വിൽ യു ഗോ ഇൻ ദ മോർണിംഗ്, നീ രാവിലെ പോകുമോ? അതുപോലെ തന്നെ നീ എന്നെ സഹായിക്കുമോ? ഇത് നമ്മൾ ക്യാൻ യൂസ് ചെയ്തുകൊണ്ട് പറയൂട്ടോ. അത് നമുക്ക് ക്യാൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വിശദീകരിച്ച് പറയാം. ഇവിടെ നമ്മൾ പറയുന്നത് വില്ലിനെ കുറിച്ചിട്ടാണല്ലോ. അപ്പോൾ വില്ല് കൊണ്ട് എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, വിൽ യു ഹെൽപ്പ് മീ. അതിനേക്കാളും ഒന്നും കൂടി ക്യാനാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇപ്പം വില്ലാണല്ലോ. അപ്പം വില്ല് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. വിൽ യു ഹെൽപ്പ് മീ, നീ എന്നെ സഹായിക്കുമോ? ഇനി നമുക്കിതൊക്കെ എങ്ങനെ നെഗറ്റീവിൽ പറയാൻ പറ്റും? ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്ന് വരില്ല ഈസി ആയിട്ട് പറയാൻ പറ്റും അല്ലേ? ഐ വിൽ നോട്ട് കം ടുഡേ. ഐ വിൽ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയല്ലേ നമ്മൾ നോട്ട് യൂസ് ചെയ്യേണ്ടത്? നമ്മൾ ഓക്സിലറിൻ്റെ കൂടെയാണ് നമ്മൾ നോട്ട് യൂസ് ചെയ്യേണ്ടതല്ലേ? അപ്പം ഞാൻ ഇന്ന് വരില്ല എന്ന് പറയണമെങ്കിൽ ഐ വിൽ നോട്ട് കം ടുഡേ. അപ്പം നമ്മൾ വിൽ നോട്ടിനെ ഒന്ന് ഷോർട്ടാക്കുമ്പോൾ വോണ്ട് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഐ വോണ്ട് കം ടുഡേ, ഞാൻ ഇന്ന് വരില്ല. ഇനി നോക്കൂ, അവൾ നാളെ പോകില്ല. എങ്ങനെ പറയും? ഷീ വോണ്ട് ഗോ ടുമോറോ, അവൾ നാളെ പോകില്ല. നെക്സ്റ്റ്, അവൻ നന്നായി പഠിക്കില്ല.
അവൻ നന്നായി പഠിക്കില്ല. ഹി വോണ്ട് സ്റ്റഡി വെൽ. ഹി വോണ്ട് സ്റ്റഡി വെൽ. അവൻ നന്നായി പഠിക്കില്ല. അതുപോലെ തന്നെ ഞങ്ങൾ നിങ്ങളെ സഹായിക്കില്ല. ഞങ്ങൾ നിങ്ങളെ സഹായിക്കില്ല. എങ്ങനെ പറയും? വി വോണ്ട് ഹെൽപ്പ് യു. വി വോണ്ട് ഹെൽപ്പ് യു. ഞങ്ങൾ നിങ്ങളെ സഹായിക്കില്ല. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ നെഗറ്റീവിൽ പറയേണ്ടത്. ഇനി നെഗറ്റീവിൽ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കും? നീ ഇന്ന് വരില്ലേ? നീ ഇന്ന് വരില്ലേ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. എങ്ങനെ ചോദിക്കും? വോണ്ട് യു കം ടുഡേ. വോണ്ട് യു കം ടുഡേ. നീ ഇന്ന് വരില്ലേ? ഇവിടെ വിൽ നോട്ട് കം ടുഡേ എന്നാണ്. അതിനെ നമ്മൾ ഷോർട്ടാക്കുമ്പോൾ വോണ്ട് യു കം ടുഡേ. നീ ഇന്ന് വരില്ലേ? അതുപോലെ നോക്കൂ, അവൾ നാളെ പോകില്ലേ? അവൾ നാളെ പോകില്ലേ? നെഗറ്റീവാണല്ലോ. എങ്ങനെ പറയും? വോണ്ട് ഷീ ഗോ ടുമോറോ. വോണ്ട് ഷീ ഗോ ടുമോറോ. അവൾ നാളെ പോകില്ലേ? അതുപോലെ അവൻ നന്നായി പഠിക്കില്ലേ? അവൻ നന്നായി പഠിക്കില്ലേ? ഇങ്ങനെ ചോദിക്കും. വോണ്ട് ഹി സ്റ്റഡി വെൽ. വോണ്ട് ഹി സ്റ്റഡി വെൽ. അവൻ നന്നായി പഠിക്കില്ലേ? നെക്സ്റ്റ്, അവർ നിങ്ങളെ സഹായിക്കില്ലേ? അവർ നിങ്ങളെ സഹായിക്കില്ലേ? ഇങ്ങനെ ചോദിക്കും. വോണ്ട് ദേ ഹെൽപ്പ് യു. വോണ്ട് ദേ ഹെൽപ്പ് യു. അവർ നിങ്ങളെ സഹായിക്കില്ലേ? നെക്സ്റ്റ്, നീ രാത്രി പഠിക്കില്ലേ? നീ രാത്രി പഠിക്കില്ലേ? ഇങ്ങനെ ചോദിക്കും. വോണ്ട് യു സ്റ്റഡി അറ്റ് നൈറ്റ്. വോണ്ട് യു സ്റ്റഡി അറ്റ് നൈറ്റ്. നീ രാത്രി പഠിക്കില്ലേ? അതുപോലെ തന്നെ നീ രാവിലെ പോകില്ലേ? നീ രാവിലെ പോകില്ലേ? എങ്ങനെ ചോദിക്കും? വോണ്ട് യു ഗോ ഇൻ ദ മോർണിംഗ്. വോണ്ട് യു ഗോ ഇൻ ദ മോർണിംഗ്. നീ രാവിലെ പോകില്ലേ? അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വില്ല് യൂസ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ വില്ല് യൂസ് ചെയ്യാൻ പഠിച്ചു, അതിന് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു, അതുപോലെ തന്നെ നെഗറ്റീവിൽ പഠിച്ചു, നെഗറ്റീവ് ക്വസ്റ്റ്യനും പഠിച്ചു. ക്ലിയർ ആയല്ലോ? എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കട്ടോ. പിന്നെ നിങ്ങൾ ഫസ്റ്റ് മുതലുള്ള വീഡിയോസൊക്കെ കാണുക, പഠിക്കുക. അപ്പോൾ ശരി, താങ്ക് യു.